ആഷിക, നെട്ടയത്ത് നടന്ന ഒരു കുടുംബ പ്രശ്നം അതെങ്ങനെയാണ് കേരള പോലീസും BJP തമ്മിലുള്ള സംഘർഷമായിട്ട് മാറുന്നത്? ഉള്ളിൽ കിടക്കുന്ന ഫ്രോഡ് തരം എത്ര അടച്ചു വെച്ചാലും പുറത്തു വരുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ നെട്ടയത്തും സംഭവിച്ചത്. ഒരു രണ്ട് പേർ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം അത് രണ്ട് പാർട്ടിയെ വലിച്ചിട്ടു. അത് മാത്രമല്ല, അവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടായി. ഇത് പരിഹരിക്കാനെത്തിയ പോലീസുകാരെ മർദ്ദിക്കുകയും. എന്തായിരുന്നു അവിടുത്തെ യഥാർത്ഥ പ്രശ്നം? ഒരു BJP പ്രവർത്തകനും ഒരു CPM പ്രവർത്തകൻ, ഇവർ കുടുംബങ്ങളുമാണ്. ഇത് ഒരു മരത്തിൻ്റെ ചൊല്ലുള്ള തർക്കം മൂലം രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. ഉടനെ ഈ CPM പ്രവർത്തകനെതിരെ BJP പ്രവർത്തകൻ ചെന്ന് കേസ് കൊടുക്കുകയാണ്. തൻ്റെ ഭാര്യയ്ക്കെതിരെ നഗ്നതാ പ്രദർശനം കാണിച്ചു, കേസെടുക്കണമെന്ന് പറഞ്ഞു. അവിടെ പ്രദേശവാസികളോട് അന്വേഷണം എത്തിയ പോലീസുകാരോട് പ്രദേശവാസികളുള്ള സത്യം പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, വെറും വാക്കുതർക്കമാണ്, അത് വെറും കള്ളക്കേസാണ്. അതുമാത്രമല്ല, CPM പ്രവർത്തകനെ ഒരു സ്ഥലത്ത് വെച്ച് ഇതുപോലെ BJP പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതോടെ അവിടെ ഒരു ആഭ്യന്തര കലാപം പോലെ ഉണ്ടാവുകയാണ്. CPM-കാരെ തൊട്ടാൽ വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു. അവിടെ പോലീസിന് ഇടപെടാതിരിക്കാൻ കഴിയില്ല. അത് അങ്ങനെയാണ് വട്ടിയൂർക്കാവ് SHO വന്ന് ഇവർക്കെതിരെ കേസെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ പോലീസിൻ്റെ സംഘർഷത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലായ BJP പ്രവർത്തകരെ കാണാൻ മുൻ DGP ശ്രീലേഖ എത്തുന്നു. ഇവരുടെ മുമ്പത്തെ അധികാരം വെച്ചിട്ട് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ K. കാർത്തികന് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണ്. ഞങ്ങളുടെ BJP പ്രവർത്തകരെ സംഘർഷത്തിൽ മർദ്ദിച്ച ഈ SHOക്കെതിരെ, വട്ടിയൂർക്കാവ് SHOക്കെതിരെ നിയമ നടപടിയെടുക്കണം. അതുമാത്രമല്ല, BJP പ്രവർത്തകരെ മർദ്ദിച്ച CPM-കാരെ അകത്താക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ കമ്മീഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നാളെ മുതൽ സമരമിരിക്കും. അങ്ങനെ പറഞ്ഞു. ആ ഒരു മെസ്സേജ് ഇവർ തന്നെ കാലേക്കൂട്ടി അത് ലീക്കാക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കേരള പോലീസിനൊരു എന്താ പറയുക, ഒരു അഭിമാനക്ഷതമായി. ഇവർക്ക് പോലീസിനൊന്നും ചെയ്യാനില്ല ഇവിടെ. അല്ല, അത് കഴിഞ്ഞിട്ട് ഇന്ന് അവിടെ ഒരു ധർണയും സമരമൊക്കെ ഉണ്ടായിരുന്നു പോലീസ്. അതെ, അവിടെയാണ് നമ്മുടെ അടുത്ത ഒരു DGP-യുടെ ഒരു എൻട്രി. TP സെൻകുമാർ. എല്ലാവരും DGP-മാരാണ്. അതാണ് ഇതിലെ രസകരമായ കാര്യം. സർവീസിന് ശേഷം നേരെ വന്ന് അടിയുന്നത് ഈ ഒരു BJP-യിലേക്കാണ്. അവിടെ നിന്ന് നടക്കുന്ന മൊത്തം കോമഡി എന്നുള്ളത് മറ്റൊരു സത്യം. ഇതിനകത്ത് ഇപ്പോൾ അദ്ദേഹം TP സെൻകുമാർ, മുൻ DGP, അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ പോലീസുകാർ ആലോചിക്കുക, നാളെ ഇവിടെ കേരളത്തിൽ വരാൻ പോകുന്നത് ഒരു തൂക്കു മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭ വരികയാണെങ്കിൽ അതിന്റെ പക്ഷത്ത് ഞങ്ങളും ഉണ്ടാകും. അപ്പോൾ ഒരു പ്രസിഡൻഷ്യൽ ഭരണമായിരിക്കും. അതെ, പ്രസിഡന്റ് ആണ് ഭരിക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അപ്പർ ഹാൻഡ് വരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾക്കായിരിക്കും അപ്പർ ഹാൻഡ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ സൂക്ഷിക്കുക. BJP തൊട്ട് കളിക്കുന്ന പോലീസുകാരെ നിങ്ങൾ സൂക്ഷിക്കുക. നാളെ ഞങ്ങളാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ഇവിടെ കോൺഗ്രസോ CPM-ഓ ഒന്നുമല്ല അധികാരത്തിൽ വരാൻ പോകുന്നത്, ഞങ്ങളായിരിക്കുന്നു. പക്ഷെ എനിക്ക് അപ്പോ BJP-യുടെ കണക്കുകൂട്ടുന്നുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാ പാർട്ടികളും അവരുടെ അനാലിസിസുകൾ ചെയ്യാറുണ്ട്. അപ്പൊ കോർ കമ്മിറ്റി അനാലിസിസ് ചെയ്തപ്പോൾ BJP പറഞ്ഞത് അവരുടെ കണക്ക് പ്രകാരം കേരളത്തിൽ BJP പിടിക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം സംപൂജ്യമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. BJP-ക്ക് വരെ മനസ്സിലായി കയ്യിൽ നിന്ന് പോയതുള്ളൂ. സ്വന്തം പാർട്ടിയുടെ കോർ കമ്മിറ്റി പറഞ്ഞത് സംപൂജ്യരായിരിക്കും എന്നാണ്. പക്ഷെ TP സെൻകുമാർ വന്നിട്ട് പറയുന്നത് അല്ല, ഞങ്ങളായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത്. ഇത് തന്നെയാണ് എനിക്കൊന്നു സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതാണ്. ഇവിടെ 30 സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ 10 സീറ്റുകൾ ഞങ്ങൾ കേരളത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അതെന്താണ് അതിന്റെ ലോജിക്ക് എന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് ഇപ്പോൾ 10 സീറ്റ് പിടിക്കുമ്പോൾ 60-70, അപ്പോൾ 71 സീറ്റാണല്ലോ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അപ്പം 71 സീറ്റ് വരുമ്പോൾ ഒരു 10 സീറ്റ് 65 ആ ഒരു രീതിക്ക് വരുമ്പോൾ 10 സീറ്റ് ഇവർ പിടിക്കുമ്പോൾ ആരധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടിങ് വരുമ്പോൾ ആർക്ക് കൂടുതൽ വോട്ട് വരുന്നോ അതനുസരിച്ചായിരിക്കും വിജയി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾ വരും, അല്ലെങ്കിൽ തങ്ങൾക്ക് അതിനകത്തൊരു കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി, ആരെ കൂട്ടുപിടിച്ചാൽ തങ്ങൾക്കും കൂടെ നിന്ന് പോകാൻ കഴിയുമെന്നുള്ള സ്ട്രാറ്റജി BJP എല്ലാ സ്ഥലത്തും BJP അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 സീറ്റ് ഉള്ളെങ്കിൽ പോലും അവർ ബാക്കിയുള്ള ആളുകളെ പർച്ചേസ് ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതാണ് BJP-യുടെ കണക്കൂട്ടൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തൂക്കു മന്ത്രിസഭയായിരിക്കും എന്ന് പറയുമ്പോൾ BJP-യുടെ തന്നെ സ്വന്തം കണക്കൂട്ടലാണ് അവർ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ TP സെൻകുമാർ ആദ്യം BJP കോർ കമ്മിറ്റിയിൽ പോയി പരിശോധിക്കുക,
ഈ തൂക്ക് മന്ത്രിസഭയാണോ അല്ലയോ, അതിൽ BJP എങ്ങനെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നൊക്കെ എന്നുള്ളത് അവരോടും കൂടി ചോദിച്ചൊന്ന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു നിലയ്ക്ക് എത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ല, പറയില്ലായിരുന്നു. അതെ, അത് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു നിരീക്ഷകന് കോർ കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് വന്നിരിക്കേണ്ട ആവശ്യമില്ല. കോർ കമ്മിറ്റിയിൽ എന്താ തീരുമാനമെന്ന് ഒരു അനുഭാവിയെ അറിയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് പറഞ്ഞത് BJP എന്താ കേരളത്തിൽ പ്രസിഡന്റ് ഭരണം വരും, അതിൽ BJPക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ അധികാരം വരിക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഇവരെല്ലാം കേരളത്തിന്റെ TJPമാരായിരുന്നു, കേരളത്തിന്റെ പോലീസ് സേനയെ നിയന്ത്രിച്ചിരുന്ന ആളുകളായിരുന്നു. ഇവരുടെ മനസ്ഥിതി എന്താണ് എന്ന് ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തെ ഭരിച്ചിരുന്ന ആളുകളാണ്, കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഇതിനു മുമ്പോട്ടുണ്ടായിരുന്നു. ഇവിടെ സംഘപരിവാർ സംഘടനകളാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ആനി രാജ പറഞ്ഞ സമയത്ത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ്. ഇവിടെ പിണറായി വിജയനാണ് കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനായിരുന്നു. ആ സമയത്തും ഏറ്റവും കൂടുതലും കേട്ടതാണ് 10 വർഷം ആഭ്യന്തരം. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പോലീസ് ഓഫീസർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മതത്തിന്റെ പേരിൽ ആളുകളെ ചേർക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ രീതിയിൽ വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മതസംഘടനകളായിട്ട് അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം ചേരിതിരിഞ്ഞ് നടക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളായിട്ട് കേരള പോലീസ് മാറുകയാണെങ്കിൽ അത് കേരളത്തിന് തന്നെ ആപത്താണ്, കേരള ജനതയ്ക്ക് തന്നെ ആപത്താണ്. നാളെ ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ പാർട്ടി നോക്കിയിട്ട് നീ കോൺഗ്രസ് അല്ലേടാ, നീ BJP അല്ലേടാ, നീ CPM അല്ലേടാ എന്ന് ചോദിച്ച് അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്ന ഒരു രീതി അങ്ങനെ വന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ. കേസ് ഇല്ലാത്തൊരുത്തനെതിരെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടി പറയുകയാണ് അവനെ പണിയണമെന്ന്. പോലീസുകാരാണ് കേരളത്തിലെ ഗുണ്ടകളായിട്ട് മാറാൻ പോകുന്നത്. അവനെതിരെ ഒരു കള്ളക്കേസ്, അതെ, സ്കെച്ച് ചെയ്ത് കൃത്യമായിട്ട് പൂട്ടും കേരള പോലീസ്. കേരള പോലീസിനെ പറ്റി അറിയാലോ. അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും പോലീസിനകത്ത് പോലീസിനെ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സംഘർഷങ്ങൾ അറിയാം. ഇവിടെ ആകെ ഒരു വിഷയം വന്നത് SFIയുടെ വിഷയത്തിൽ മാത്രമാണ്. SFIക്കാർ റോഡിലിറങ്ങി പോലീസുകാരെ തല്ലാൻ പോകുന്ന ഒരു സാഹചര്യം. അതിനെതിരെ പോലീസിൽ 2 സംഘടനകളായിട്ട് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തിൽ BJP സംവിധാനമാണ് ഇവിടെ പോലീസ് ഭരിക്കുന്നത്. നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ പാർട്ടി ഗുണ്ടകളായിട്ട് മാറാൻ പോകുന്നത് കേരള പോലീസ് ആയിരിക്കും. കേരള പോലീസ് നാണക്കേടാണ്. ഇത്തരത്തിലുള്ള DGPമാരും മുൻ DGPമാരും അതേപോലെ SIമാരും പോലീസ് സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്ന ആളുകൾ. അതേസമയം ഇതുപോലെ BJPക്ക് വഴങ്ങാത്ത സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പൊ ഈ വട്ടിയൂർക്കാവ് SHO പോലെ. എത്ര കാലം അവർക്ക് നിലനിൽക്കാൻ പറ്റും? എത്ര കാലം? ഈ മുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് ശരി സാർ, ഓക്കെ സാർ എന്ന് തലയാട്ടി നിൽക്കാനുള്ള എത്ര കാലം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? സത്യസന്ധതയുണ്ട് എന്ന് പറഞ്ഞാലും എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? എന്തെങ്കിലും പണി കൊടുക്കും. ഈ മുകളിലിരിക്കുന്ന പോലീസർ സംവിധാനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, കോക്കസ് തൻ്റെ കയ്യിലാണെങ്കിൽ ഒരുത്തരം പണിയാനൊന്നും വലിയ പാടൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് അവരെ പദം വരുമ്പോൾ അവൻ അവസാനം ചെന്നിട്ട് നമിക്കും, കുനിഞ്ഞു നിന്ന് തൊഴുവേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അവൻ പിടിച്ചു നിൽക്കാൻ കഴിയും. തന്നെ അവൻ എത്ര സത്യസന്ധനാണെന്ന് പറഞ്ഞാലും അത്രയും ഒന്നും പിടിച്ചു നിൽക്കാൻ കേരളത്തിലെ പോലീസുകാർക്ക് മനക്കട്ടിയോ ധൈര്യമോ ഒന്നുമില്ല. എല്ലാവർക്കും കുടുംബവും കുട്ടികളും ഉള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ തന്നെ ഇടയ്ക്ക് പഠനമുണ്ടായിരുന്നല്ലോ, പോലീസുകാർക്കെല്ലാം മാനസിക സമ്മർദ്ദങ്ങളാണ്. അതെ, യൂണിഫോമിൽ ആത്മഹത്യ ചെയ്യുന്ന, സ്വന്തം പിസ്റ്റളിൽ തലയിലേക്ക് വെടി ഉതിർത്തി ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാർ, നാട് വിട്ടു പോകുന്നു. ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിഭ്രാന്തി വരുന്ന പോലീസുകാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ കൊടുക്കുന്ന അമിതമായിട്ടുള്ള അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ഗുണ്ടകളോടൊപ്പം പോയി മദ്യപിക്കുന്ന പോലീസുകാർ വരെയുണ്ട്. നമ്മളിത് പറയുമ്പോഴും ഈ സത്യസന്ധത കാരണം സ്ട്രെസ്സും ഇത്തരത്തിലുള്ള പീഡനങ്ങളും അനുഭവിക്കുന്ന പോലീസുകാർ ഒരു പറ്റത്തുള്ളപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഗുണ്ടകളോട്, വലിയ ഗുണ്ടകളോട്, പാർട്ടി ഗുണ്ടകളോട് കൂടെ ഇരുന്ന് മദ്യപിച്ച് കുശലം പറഞ്ഞ് പോകുന്ന പോലീസുകാരുണ്ട്. മാസപ്പടി വാങ്ങിക്കുന്ന പോലീസുകാർ. ഇതെല്ലാം കേരള പോലീസിൽ തന്നെയാണുള്ളത്. ഇവിടുത്തെ മദ്യക്കച്ചവടം നടത്തുന്ന പോലീസുകാർ, മാംസക്കച്ചവടം നടത്തുന്ന പോലീസുകാർ, ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന പോലീസുകാർ, ഇതെല്ലാം കേരള പോലീസിനകത്തുണ്ട്. ആരാണ് ഇതിനെല്ലാം വളം വെച്ചു കൊടുത്തത്? ആരാണ് ഇതിനെയെല്ലാം വളർത്തിയത്? എന്നിട്ടും സത്യസന്ധരായിട്ടുള്ള പോലീസുകാർ എത്ര പേർക്ക്
പലരും ജോലി രാജിവെച്ച് പോകാൻ നിൽക്കുകയാണ്. ഈ ചില പോലീസുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഇതിലും നല്ലത് പിരിഞ്ഞുപോക്കുണ്ടായിട്ടുണ്ട്. അല്ലെ, പോലീസുകാർ എന്ന് പറയുന്നത് ഇതിലും നല്ലത് ഊബർ ഓടിച്ച് നടക്കുന്നതാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്ര വർഷത്തെ സർവീസ് ചെയ്ത് വന്നിട്ടുള്ള പോലീസുകാർ, ആ പോലീസുകാർ ഇന്നത്തെ കാലത്ത് പറയുകയാണ്, ഇന്നത്തെ കാലത്ത് പോലീസ് ആകുന്നതിലും നല്ലത് ഓട്ടോ ഓടിച്ച് നടക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് നമ്മുടെ സമാധാനം ഉണ്ടാവുമല്ലോ. അതാകുമ്പോൾ സമാധാനമുണ്ട്, ആവശ്യത്തിനുള്ള അന്നത്തുള്ള കാര്യങ്ങളും നടന്നു പോകും. ഒരു ഊബർ ഓടിച്ചാൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളും നടന്നു പോകും. ആ രീതിയിലേക്ക് കേരള പോലീസ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇവരെ പോലുള്ള ആളുകൾ കേരള പോലീസിനെ ഭരിച്ചതിൻ്റെ ദൂഷ്യവശങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീലേഖ IPS ആണെങ്കിലും TP സെൻകുമാർ ആണെങ്കിലും ഇതേപോലുള്ള സംഘപരിവാർ സംഘടനയോടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകളോട്, ജാതി വ്യവസ്ഥയോട് അല്ലെങ്കിൽ മതവ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന പോലീസുകാർ കാരണമാണ് ഇന്നത്തെ പോലീസുകാർക്ക് ഈ മനോവിഷമം അനുഭവിക്കേണ്ടി വരുന്നത്. എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്, നമ്മൾ കരുതുന്നതൊന്നുമല്ല. മിക്ക പോലീസുകാർക്കും രാഷ്ട്രീയമുണ്ട്, സ്വന്തമായിട്ട് പാർട്ടി സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാർ ജോലിയിലിരുന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പുറത്ത് കാണിക്കുന്നത്. എല്ലാ പോലീസുകാർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ നല്ലത് ചെയ്യുന്ന പോലീസുകാരെ വരുതിയിൽ വരുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്.